ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1, +2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. പാൽവില വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മിൽമ ഓഫീസിന് മുൻപിൽ ക്ഷീരകർഷകരുടെ പാലൊഴുക്കി പ്രതിഷേധം. ക്ഷീരകർഷകരും ക്ഷീരസംഘം ജീവനക്കാരും ചേർന്ന് നടത്തിയ പ്രതിഷേധ ധർണയിലാണ് പാലൊഴുക്കി കളഞ്ഞത്. മറ്റു മേഖലകളിൽ വേറെയുമുണ്ട്. പക്ഷേ ഈ ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ ഈ ക്ഷീരവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തമായ കാര്യങ്ങൾ, ഒരു കല്യാണമാവട്ടെ, ഒരു ആഘോഷമാവട്ടെ, മറ്റെന്തെങ്കിലും ഒരു ചടങ്ങാവട്ടെ, അതിൽ പോലും സമാധാനത്തോടു കൂടി ഒരു പൂർണ്ണ മനസ്സോടുകൂടി പങ്കെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. കാരണം എൻ്റെ കാലിയുടെ കാര്യം എന്തായി, അതിൻ്റെ കറവയുടെ സമയമായി, അതിനെ തൊഴുത്ത് വൃത്തിയാക്കേണ്ട സമയമായി, ചാണകം നീക്കേണ്ട സമയമായി, പശുവിനെ മാറ്റിക്കെട്ടേണ്ട സമയമായി, ഈ നിലയ്ക്കുള്ള ആവലാദികളും വേവലാദികളും വ്യാകുലപരമായി കഴിയുന്നവരാണ് നമ്മൾ ഈ കർഷകരിൽ അധികം പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പശുപരിപാലനം കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സമയം എന്ന് പറയാൻ അധിക സമയം ഉണ്ടാവില്ല. ഈ പാലളന്നിടത്ത് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കണം, ചിലവരത് ലോക്കൽ സെയിൽ നടത്തും. ഈ തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ നമ്മളുടെ തൊഴിൽധാരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക്. അപ്പൊ അത് കഴിഞ്ഞല്ലേ നമുക്ക് മറ്റു പരിപാടികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. പിന്നെ ഈ പരിശുദ്ധമായ ഈ വിശുദ്ധ മാസത്തിൽ പോലും എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായ ഒരു സമയമാണ്. എല്ലാവരും വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് പോലും നാനാവിഭാഗം ജനങ്ങളും ഈ തൊഴിലിൽ ഏർപ്പെട്ട മുഴുവൻ കർഷകരായ ആളുകളും ഈ അത്യുഷ്ണത്തെ പോലും അവഗണിച്ചുകൊണ്ട്, തീ തുപ്പുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് ഈ മിൽമയുടെ ആസ്ഥാനത്തേക്ക് കടന്നു വന്നത്. കോടതിപ്പടിയിൽ നിന്നും പ്രകടനമായി എത്തിയാണ് കർഷകരും ജീവനക്കാരും അരുവാക്കോട് മിൽമ കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തിയത്. പൊന്നാനി ബ്ലോക്കിലെ വട്ടംകുളം ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. ആമയൂർ സംഘം പ്രതിനിധി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. മനോജ്, വിനോദ്, പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.